ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇത് നോമ്പിൻ്റെ മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നോമ്പിനുള്ള സാധനങ്ങളൊക്കെ മാസം കാണുമെന്ന് വിചാരിച്ചിട്ട് മിനിഞ്ഞാന്ന് പോയി മേടിച്ചതായിരുന്നു. അപ്പോൾ കുറച്ചധികം സാധനങ്ങൾ നമ്മൾ മുന്നേ മേടിച്ച് വെച്ചിട്ടുണ്ട്. പലചരക്കൊക്കെ നമ്മൾ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ തലേ ദിവസമൊക്കെ ആയിട്ടല്ലേ മേടിക്കുക. അപ്പോൾ അധികം ഫ്രൂട്ട്സ് ഒന്നും മേടിച്ച് വെച്ചിട്ടില്ല കേട്ടോ. കുറേ മേടിച്ച് വെച്ചാൽ നാശമാവുമല്ലോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് മേടിക്കാം. നമ്മുടെ അടുത്ത് കുറേ കടകളുണ്ട്. അപ്പോൾ അത് ജ്യൂസ് മുന്തിരിയാണ്. അപ്പോൾ അത് ജ്യൂസാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെ കഴുകിയാലും അതിൻ്റെ ഉള്ളിൽ അവർ മരുന്നൊക്കെ അടിച്ചിട്ട് എടുക്കണമല്ലോ. അപ്പോൾ ടേപ്പിൻ്റെ അടിയിൽ കുറേ നേരം ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ കഴുകിയെടുത്തിട്ട് പിന്നെ നല്ല മുന്തിരിയും ചീത്ത മുന്തിരിയൊക്കെ വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ ചിലത് ചീഞ്ഞിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് നല്ല മുന്തിരിയായിരുന്നു കേട്ടോ. ഒരു 5-6 മാത്രമേ എനിക്ക് ചീഞ്ഞത് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നല്ല മുന്തിരിയായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണുണ്ട്. ഇനി വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. പിന്നെ എത്ര നേരം നമ്മൾ നോമ്പെടുത്തിട്ട് പിന്നെ കുടിക്കുന്നത് നല്ലതാവണമല്ലോ, അല്ലെങ്കിൽ വല്ല വയറിനൊക്കെ എന്തെങ്കിലും കേട് പറ്റിയാലോ. അപ്പോൾ അത് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു പൈനാപ്പിൾ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതാ കട്ടിംഗ് ബോർഡ് ബൈ നാസ്, ആ ഒരു ഇൻസ്റ്റ പേജിൽ കണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, അതിലും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് നോമ്പിൻ്റെ മുന്നേ ഉണ്ടാക്കി വെച്ചതാണ്, അപ്ലോഡ് ചെയ്യാൻ വൈകിയതാണ്. അപ്പോൾ അത് കാരണം ഞങ്ങളിത് ഉണ്ടാക്കിയിട്ട് കുടിച്ച് നോക്കിയപ്പോൾ ഇവിടെ ഉമ്മാക്കും ഉമ്മോനക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇനിയും ഇത് കഴിയുമ്പോഴത്തേനും ഒന്നും കൂടി ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കും കേട്ടോ. നമുക്ക് പെട്ടെന്ന് പണി ലാഭമാവില്ല. അല്ലെങ്കിൽ ആ നോമ്പ് നോക്കുന്ന സമയത്ത് നമ്മൾ പഞ്ചസാര ഒക്കെ ഇട്ട് ഇളക്കിയിട്ടും പിന്നെ ജ്യൂസ് അടിച്ചിട്ടൊക്കെ സമയം കളയണമല്ലോ. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വളരെ ഉപകാരവും. അപ്പോൾ അത് പൈനാപ്പിളൊക്കെ ചെത്തി എടുത്തിട്ട് അതിൻ്റെ ആ മൂക്ക് ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ ചെത്തി കളയുന്നുണ്ട് കേട്ടോ. അതിനെന്താ പറയുക എനിക്കറിയില്ല, ഞങ്ങളോടൊക്കെ അതിൻ്റെ മൂക്കെന്നാ പറയുക. അപ്പോൾ അത് ചെത്തി കളയേണ്ടി. ഇനി അത് വല്ല ചൊറിച്ചിലൊക്കെ ആയാലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഞാൻ പൈനാപ്പിൾ മാത്രമാണ് കേട്ടോ ആ ഒരു ചാനലിൽ പറഞ്ഞ പോലെ ഉണ്ടാക്കുന്നത്. മുന്തിരി പിന്നെ ഞാൻ സ്ഥിരമായിട്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കി വെക്കുക അതുപോലെയാണ്. അപ്പോൾ രണ്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരി വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ അത് മുന്തിരി ഒന്നും കൂടി വെള്ളത്തിൽ മാറ്റിയിട്ട് 2 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പാത്രമൊക്കെ മാറ്റി കുറച്ചും കൂടി വലിയ പാത്രത്തിൽ ഇട്ടിട്ടാണ് കഴുകിയെടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ മരുന്നൊക്കെ അടിച്ചിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞ കാരണം പേടിച്ചിട്ടാണ് കേട്ടോ ഇത്രയും പ്രാവശ്യം ഞാൻ ഇങ്ങനെ പറയണത്. അപ്പോൾ നിങ്ങളിതുപോലെ നന്നായി കഴുകിയിട്ട് എടുത്തോളൂ, അല്ലെങ്കിൽ നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കണതല്ലേ, അതാണ് പേടി. അതല്ലെങ്കിലും അങ്ങനെയാണ്, നമുക്ക് മക്കളെ കാര്യമായാലും നമ്മളെ വീട്ടുകാരുടെ കാര്യമായാലും നമ്മൾ കുറേ ശ്രദ്ധ കൊടുക്കും. നമുക്കൊക്കെ ആണെങ്കിൽ പിന്നെ അത്ര ശ്രദ്ധ കൊടുക്കില്ല. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് വേവിക്കാൻ വെക്കുക. നന്നായി വെന്തുടഞ്ഞ് വരുമൊന്നും വേണ്ട, അതാ ഇതുപോലെ ആയാൽ മതി. അപ്പോൾ അത് ചൂടാറിയിട്ട് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ചൂടാറി വരട്ടെ. അപ്പോഴത്തേന് ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതും കുറച്ച് വെള്ളത്തിൽ മതി കേട്ടോ. പൈനാപ്പിൾ കുറച്ച് വെള്ളത്തിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാ ഇനി ഇതൊരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ അതാ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് വേഗം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത് അരിക്കലാണ് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ബാക്കിയുള്ളതും കൂടി അടിച്ചിട്ട് ഇതാ ഇത്ര പോരാണ് നമുക്ക് ജ്യൂസായിട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതാ അതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്തിരിയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ വെച്ച വെള്ളമൊന്നും അത്ര അധികം വെള്ളമൊന്നും ഇല്ല കേട്ടോ, കണ്ടില്ലേ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. 1 കിലോ മുന്തിരി മേടിച്ചിട്ട് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് അടിച്ചെടുക്കണം. എന്തിനാണെന്ന് നമുക്ക് അരിച്ചെടുക്കാനുള്ള സുഖത്തിനാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ആ പൾപ്പൊക്കെ ഇല്ല, അത് അതേപോലെ ആയിട്ട് കിടക്കും. നമുക്ക് ഈ അരിപ്പയിൽ കൊണ്ട് അടിഞ്ഞ് വരില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. കുറേ നേരം അടിച്ചെടുക്കരുത്, ആ കുരു ഒന്നും അടിഞ്ഞ് പോവരുത്. ഞാനിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് കുരു കാണിച്ചു തരാം. ഞാൻ അടിച്ചിട്ട് ആ കുരു ഒന്നും അടിഞ്ഞ് പോയിട്ടില്ല. ഒന്ന് വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണ പോലെ ആക്കിയിട്ട് എടുത്തിട്ടുള്ളൂ. കണ്ടില്ലേ, നമുക്ക് അതേപോലെ കുരുവൊക്കെ അതേപോലെ ആയിട്ട് തന്നെ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടി നമ്മളിപ്പോൾ ഒരു മിക്സിയുടെ ജാറിൽ കണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് അടിച്ചെടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ഇതാ കുരു നമുക്കൊന്ന് നടുപൊട്ട് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ്ട് അടിച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതും ആയിട്ടുണ്ട്. അതിനി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പഞ്ചസാര, 1 കപ്പല്ല 1.5 കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ 1/2 കപ്പ് ഇടുന്ന വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി. അപ്പോൾ അതും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് മറ്റേ പഞ്ചസാര പനിയാക്കി എടുക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി തിളച്ചിട്ട് ഒറ്റനൂൽ പരുവാവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ര ഒന്നും ആക്കിയിട്ടില്ല, എന്നാലും കുറച്ച് നേരം അത് നന്നായി തിളച്ച് ഒരു കൈ മൊട്ടണ ഒരു ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയം ആയപ്പോഴാണ് ഞാൻ അതിലേക്ക് പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് നേരമൊക്കെ നമ്മൾ തിളപ്പിച്ചിട്ട് എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ ആക്കിയിട്ട് എടുത്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലതാണ്, നമുക്ക് വീട്ടിലുണ്ടാക്കി വെക്കുമ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇത് കുറച്ച് എടുത്തിട്ട് കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ജ്യൂസാക്കി കൊടുക്കാമല്ലോ. വരുന്നവർക്കും കൊടുക്കാം, നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ ഇപ്പോൾ ചൂട് കാലമല്ലേ, ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാലും നോമ്പുള്ളവരാണെങ്കിലും പിന്നെ നോമ്പ് എടുക്കാത്ത ആൾക്കാരുണ്ടല്ലോ,
അപ്പോൾ മുസ്ലിംസ് അല്ലേ നോമ്പെടുക്കുക, അല്ലാത്തവർക്ക് നോമ്പില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഉണ്ടാക്കി വെച്ചാലും പുറത്തുനിന്ന് ഈ ചൂട്ടത്തൊക്കെ കയറി വന്നാൽ നമുക്കത് കുടിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് നേരം തിളപ്പിച്ച് അത് ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ 2 ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ ചെറുനാരങ്ങയായിരുന്നു. അപ്പോൾ ഒരു പുളിരസം കൂടിയും കിട്ടൂല. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറട്ടെ. അപ്പോഴത്തേന് നമുക്ക് അത്താഴത്തിനുള്ള കൂടി ഉണ്ടാക്കി വെക്കണമല്ലോ. അപ്പോൾ അത്താഴത്തിന് ഞാനെന്ന് പറഞ്ഞാൽ മീനും കൂട്ടില്ല, ചിക്കനാ ബീഫാ അങ്ങനെ ഒന്നും കഴിക്കില്ല. മുട്ട പോലും പൊരിച്ച് കഴിക്കില്ല അത്താഴത്തിന്. എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാനാകെ കഴിക്കണേ തക്കാളി ചട്നി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഉപ്പിലിട്ടിട്ടൊക്കെയാണ് ഞാൻ അത്താഴത്തിന് ഭക്ഷണം കഴിക്കുക. അല്ലെങ്കിൽ പഴാട്ട കഴിക്കുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെക്കുക. ഇവിടെ വേറെ ആർക്കും ഇത് വേണ്ട. അപ്പോൾ മാങ്ങ ഉപ്പിലിട്ട് വെക്കുകയാണ്. അപ്പോൾ പിന്നെ അത്താഴത്തിന് നീറ്റ് ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ എന്നെപ്പോലെ അത്താഴത്തിന് മീനൊന്നും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ അതാ മൂവാണ്ട മാങ്ങയാണ് എടുത്തേക്കണത്, 3 എണ്ണം. ഇത് നിലത്ത് വീണിട്ടൊന്ന് ചതഞ്ഞതായിരുന്നു കേട്ടോ. അതാണ് ഞാൻ മാങ്ങ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാഞ്ഞത്. അപ്പോൾ ഫ്രണ്ടിൽ കൂടെ വണ്ടി പോകുമ്പോൾ വണ്ടിയുടെ മീതിന്ന് വിറകായിട്ട് പോണ വണ്ടിയായിരുന്നു. അപ്പോൾ അത് തട്ടിയിട്ട് അങ്ങനെ വീണ് കിട്ടിയ മാങ്ങയാണ്. അപ്പോൾ അത് പറക്കിയിട്ട് കളയാൻ തോന്നിയില്ല, വേറെ കേടൊന്നുമില്ല, വെറുതെ ചതഞ്ഞ് കിട്ടിയതായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് മാങ്ങ ഉപ്പിലിട്ട് നമുക്ക് അത്താഴത്തിനും കൂടി ആയല്ലോ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പൊട്ടിക്കണ കുറച്ച് ചീനമുളകും, ഇതൊരു വെള്ള ചീനമുളകാണ് കേട്ടോ. അപ്പോൾ അതും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലത്തെ കഥ പറയാത്തൊരു വീഡിയോ ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾ തറവാട്ടിലുള്ള സമയത്തൊക്കെ അവിടെ ഇക്കാരൊക്കെ ഷാജിക്കായാലും ബഷീർക്കായാലും ഒക്കെ അവർ മേലെ നിന്ന് കണ്ണിമാങ്ങ പറക്കി കൊടുത്തിട്ട് ഇതുപോലെ ഉപ്പിലിട്ടേക്കും. അത് കുറച്ച് ദിവസം മുന്നേ തന്നെ ഉപ്പിലിട്ട് വെക്കട്ടെ. എന്നിട്ട് അത് കൂട്ടിയിട്ടാണ് അത്താഴത്തിന് എല്ലാവരും കഴിക്കുക. അപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയും കൂടി വന്നു. അപ്പോൾ അതാണ് ഞാൻ പെട്ടെന്ന് ഉപ്പിലിടാൻ വേണ്ടി നോക്കിയതും. അപ്പോൾ അതാ ചീനമുളക് മുറിച്ചെടുക്കണുണ്ട്. പിന്നെ അത്താഴത്തിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് പുളിയും പിന്നെ ഉപ്പും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് വേറെ ഒന്നും കഴിക്കാനും തോന്നില്ലല്ലോ. അപ്പോൾ ഇതുപോലൊരു ഉപ്പിലിട്ടതൊക്കെ ആണെങ്കിൽ നമുക്ക് അത്താഴത്തിന് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുപോലെ ഇപ്പോൾ താളിപ്പൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മത്തൻ്റെ ഇല അല്ലെങ്കിൽ കുമ്പളത്തിൻ്റെ ഇല ഒന്നുമില്ല, അത്രയും ചൂടുള്ള സമയമല്ലേ. മറ്റത് വീട്ടിലെവിടെയെങ്കിലുമൊക്കെ ഒരു കുമ്പളത്തിൻ്റെ വള്ളി അല്ലെങ്കിൽ മത്തറ വള്ളിയൊക്കെ ഇങ്ങനെ മുളച്ച് പോയിട്ടുണ്ടാവും. ഇപ്രാവശ്യം താളിപ്പുണ്ടാക്കാനായിട്ട് ഇലകളൊന്നും ഇല്ല, മുരിങ്ങയില മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ മാങ്ങ മുറിച്ചത് ഒരു കുപ്പിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, മുളക് ഇട്ട് കൊടുത്തു, പിന്നെയും മാങ്ങ ഇട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു, മുളക് ഇട്ട് കൊടുത്തു. കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ, എന്നാലാണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് സെറ്റായി വരുമ്പോൾ ഉപ്പൊക്കെ അതിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, ഉപ്പൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്ക് ആവണ വരെ. എന്നിട്ട് അതൊന്ന് മൂടി കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടതും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് റമദാനായിട്ട് ഞാൻ റമദാൻ സീരീസായിട്ട് ദിവസം വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ടു തരണേ. നിങ്ങൾ കാണുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ദിവസം വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും കുറവുകളും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തി തരണം. അപ്പോഴാണ് എനിക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മാറ്റിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ട നല്ല കട്ടിയിലാണ് കേട്ടോ മുന്തിരി നമ്മൾ അടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കരുത്, നമുക്ക് ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇതിൽ ഞാൻ പഞ്ചസാര ഇടാഞ്ഞത് ഉമ്മാക്ക് മധുരം കുറവല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതിലേക്ക് എല്ലാറ്റിലും നല്ല പഞ്ചസാര ഇട്ട് പിന്നെ മധുരം കൂടുമ്പോൾ ഷുഗർ എങ്ങാനും കൂടിയല്ല നോമ്പുമില്ലേ. അപ്പോൾ അത് കാരണം അതിൽ പഞ്ചസാര ഇടാതെ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ നമ്മൾ പൈനാപ്പിൾ ഉണ്ടാക്കിയ പോലെ അങ്ങനെ ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിൽ പഞ്ചസാര വേണ്ടാത്ത കാരണമാണ് മുന്തിരി മാത്രമായിട്ട് അടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അതൊരു കുപ്പിയിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിലെടുത്താൽ എന്തായാലും ആവശ്യത്തിന് എടുക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ 2-3 തരമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ സുഖമായില്ലേ, നോമ്പ് കഴിയണ വരക്കാവും. ഞാൻ ചാമ്പക്ക പൊടിച്ചിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ചാമ്പയുമ്പോൾ ഒരു ചാമ്പക്ക കാണാനില്ല, നിറച്ചും ഉണ്ടായിരുന്നതാണ്. എവിടെ പോയി എന്താ പോയിന്നറിയില്ല, അതിൻ്റെ കടക്ക വീണ് കെടുക്കണമില്ല. അപ്പോൾ അത് കാരണമാണ്, അല്ലെങ്കിൽ ചാമ്പക്കയും കൊണ്ടും സ്ക്വാഷ് ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ അതാ പൈനാപ്പിൾ കണ്ടില്ലേ, അപ്പോൾ അതും പൈനാപ്പിളാണ്, നല്ല മണം കേട്ടോ, നല്ല മണമായിരുന്നു. അപ്പോൾ അതാ അതും കുപ്പിയിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതും മധുരമുള്ളതാണ്. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ആവശ്യമുള്ള സ്ക്വാഷ് ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുടിച്ചാൽ മതി. അപ്പോൾ അത് രണ്ടും ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കുപ്പി നന്നാരിയും കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നാരി ആകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ചെറുനാരങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ തോന്നുകയാണെങ്കിൽ ചില ദിവസങ്ങളൊക്കെ നമുക്ക് ചെറുനാരങ്ങ നന്നാരിയൊക്കെ ഒഴിച്ചിട്ട് കുടിക്കാമല്ലോ. അപ്പോൾ ഒരു ദിവസം ഒരെണ്ണം കുടിച്ചാൽ പിറ്റേന്ന് അങ്ങനെ മാറ്റിയിട്ട് ആക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ഓടി പോയിട്ട് ലൈക്ക് ചെയ്തിട്ട് വന്നേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൊന്ന് പറയണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.